It's me Aranjati. So welcome back to my YouTube channel. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കോലം കണ്ട് ഞാൻ ഇന്നും പറയുന്ന പോലെ ആരും പേടിക്കാൻ നിൽക്കേണ്ട, മുടിയൊക്കെ അതേ ആകെ പറപറയായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒരുപാട് ബിസി ആയിട്ട് നടക്കുന്ന ആളുകളായിരിക്കില്ല. നമ്മുടെ വീട്ടിലെ ജോലികൾ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തെ ജോലികൾ, വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ജോലികൾ, അങ്ങനെ ഒരുപാട് ബിസി ആയിരിക്കും നമ്മൾ എപ്പോഴും അല്ലേ. പക്ഷെ ആ ബിസിയുടെ ഇടയ്ക്കൊന്നും നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യം തീരെ ശ്രദ്ധിക്കാറില്ലല്ലോ. എന്നാൽ ഇന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എല്ലാ മാസവും 2 തവണ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനെ, നമ്മുടെ സ്കിന്നിനെ തീരെ ശ്രദ്ധിക്കാറില്ല. ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യം ശ്രദ്ധിച്ചാലും പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത്. എന്നിരുന്നാലും മാസത്തിൽ 2 തവണയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് 2 ദിവസം മാറ്റി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പലരും ഡെയിലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് സമയം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫേസിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഓൾ ഓവർ ബോഡി അല്ലെങ്കിൽ ഹെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നൊന്നും ചെയ്യില്ല ഒരിക്കലും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഞാൻ എൻ്റെ മൊത്തം ഓൾ ഓവർ ബോഡി ഹെയർ കെയർ ആയിട്ട് ചില ദിവസങ്ങളിൽ, അതായത് ദിവസങ്ങളല്ല, മാസത്തിൽ 2 തവണ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ തലയിലേക്ക് ഹെയർ പാക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മേല് തേക്കാൻ വേണ്ടി നല്ലൊരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല, അതായത് സ്മൂത്ത് ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചത്. എന്താന്ന് കാണിച്ചു തരാവേ. ഇതാണ് സാധനം കേട്ടോ. നമ്മുടെ മേല് തേക്കാൻ വേണ്ടി ഒരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തരിതരിയുള്ള പൗഡറാണ്. എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുപയറും കടലയും കൂടെ, അതായത് നമ്മൾ യൂസ് ചെയ്യണ കടലയിലെ കറിക്കടല, ചെറുപയറും കടലയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചു വെച്ചാണ് കേട്ടോ. തരിയോടൊക്കെ പൊടിച്ചാണ്. കാരണം നമ്മുടെ മേത്ത് മസാജ് ചെയ്യുമ്പോൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് തരിയോടന, ഭയങ്കര ഹാർഡായിട്ടുള്ള, കുറച്ചൊരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉണക്ക നെല്ലിക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്ക നെല്ലിക്ക നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തലയെ തേക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് താരനും മുടിയുടെ എന്താ പറയുക സ്ട്രെങ്ത്തിനൊക്കെ നല്ലതായിട്ടുള്ള സാധനമാണ് ഈ സാധനം. ഉണക്ക നെല്ലിക്ക ഒറ്റയ്ക്കല്ല നമ്മൾ തേക്കുന്നതിന് നമുക്ക് താഴത്ത് അമ്മൂച്ചേച്ചിയുടെ വീട്ടിൽ, അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ട് കുറച്ച് കരിവേപ്പിന്റെ ഇലയും അതുപോലെ തന്നെ നമുക്ക് മൈലാഞ്ചിയുടെ ഇലയും കൂടെ പറിക്കണം. അത് ഈ ഒരു എന്താ പറയാ, നമ്മുടെ നെല്ലിക്ക വെള്ളത്തിലിട്ടതും കറിവേപ്പിലയുടെയും മൈലാഞ്ചിയുടെ ഇലയും കൂടെ കൂടി മിക്സ് ആക്കിയിട്ട് അരച്ചിട്ട് വേണം നമുക്ക് സ്കാൽപ്പിൽ തേച്ച് മസാജ് ചെയ്യാൻ വേണ്ടി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി തൊടിയിൽ പോയിട്ട് മഞ്ഞളും കൂടെ പറിക്കട്ടെ. ഞാൻ ഓൾ ഓവർ ബോഡിയിൽ മഞ്ഞൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ അച്ഛമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, വീട്ടില് ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ നമ്മുടെ രക്തചന്ദനായാലും അല്ലെങ്കിൽ ഓരോ എണ്ണയായിട്ടൊക്കെ നല്ലോണം തലയിലും മേലൊക്കെ തേച്ച് കുളിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് മടിച്ചിയായി പോയി. പിന്നെ ഒരു ബിസി ആയിപ്പോയി, അതായത് സ്കൂളിൽ പോകും കാര്യങ്ങളായിട്ട്. പിന്നെ ഇപ്പൊ പഠനവും അല്ലെങ്കിൽ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടും കുറവാണ്. ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്യുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ കറിവേപ്പിന്റെ ഇലയും അതുപോലെ മൈലാഞ്ചിയുടെ ഇലയും പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തളിരിലയാണ്. ഇനി നമുക്ക് മഞ്ഞൾ പറിക്കാം കേട്ടോ. മഞ്ഞൾ തൊടിയെന്ന് പറിച്ച അച്ഛൻ കൊല്ലോന്ന് ദൈവത്തിനറിയാം. അച്ഛൻ നമ്മള് ഉണക്കി പൊടിയാക്കണ മഞ്ഞളാണ് കേട്ടോ. പോയി നോക്കാം എന്തായാലും. എനിവേ, തൊടിയിലിറങ്ങിയ കൊതുക് വട്ടം വെക്കും. നമ്മൾ മഞ്ഞൾ കുത്തിയെടുക്കാൻ പോവുകയാണ്. ഈശ്വര, ഇവിടുന്ന് പോകുമ്പോഴേക്കും മിക്കവാറും എൻ്റെ മുഖത്ത് കുറേ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേറൊന്നുമല്ല, കൊതുക് ചേട്ടന്മാർ. കിട്ടി ഗായ്സ്, നിധി കിട്ടി ഗായ്സ്. ഇത്രയും മതി കേട്ടോ. അപ്പൊ നമുക്ക് മഞ്ഞളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരച്ച് റെഡിയാക്കാം. അതുപോലെ നമ്മുടെ ഹെയർ പാക്കും നമുക്ക് അരച്ചിട്ട് സെറ്റാക്കണം. മഞ്ഞളിന്റെ കൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേരക്കയുടെ നല്ല തളിരില എടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസിന് നല്ല സാധനമാണിത്. അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മൊത്തം ഒന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒന്നും നിങ്ങളെ കാണിക്കാത്തത്. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്തതെന്നൊക്കെ. അപ്പൊ നമ്മുടെ ഹെയറിലേക്കുള്ള ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മൈലാഞ്ചി ഇലയും കറിവേപ്പിന്റെ ഇലയും
വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കനെല്ലിക്ക. ആ ഉണക്കനെല്ലിക്കയുടെ വെള്ളമാണ് കേട്ടോ ഇതിൽ കൂട്ടിയിട്ടുള്ളത്. ആ വെള്ളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ്, വേറൊരു വെള്ളം കൂട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ മഞ്ഞളും പേരക്കയുടെ തളിരിലയും കൂടെ അരച്ചാണ് കേട്ടോ മേലും മുഖത്തൊക്കെ തേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ ഞാൻ സോപ്പ് യൂസ് ചെയ്യുന്നില്ല, സോപ്പിന് പകരം ഈ ഒരു ചെറുപയറും കടലപ്പൊടിയും വെച്ചിട്ടാണ് തേച്ച് കഴുകുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ മേലും തലയിലൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് കുറച്ചു നേരം 1 മണിക്കൂറെങ്കിലും, അരമണിക്കൂർ മാക്സിമം വെച്ച് നിൽക്കണം. എന്നിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. ആദ്യം ഞാൻ മുടിയൊന്ന് കെട്ടെടുത്തിട്ട് നന്നായിട്ട് എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ എണ്ണ ഇടാറുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയി പറപറാന്നിരിക്കുന്നത്. എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ആ ഹെയർ പാക്കിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ നല്ലോണം സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്തത്. സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും ഓരോ വകച്ചിലും എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മുടിന്റെ ടിപ്പ് ഭാഗത്തേക്ക്, താഴെ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇതേ നമ്മുടെ തലയിലായിട്ടുണ്ടോ. ഹെയർ പാക്ക് തലയിലായപ്പോഴേക്കും കയ്യിന്റെ അവസ്ഥ നോക്കൂ, ഇതായിരുന്നു, നല്ലോണം ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ പേരക്കയും മഞ്ഞളും അരച്ചത് നമുക്ക് നന്നായിട്ട് ഫേസിലും കഴുത്തിലും മേലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനാട്ടോ. ഈ പേരക്കയുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ആക്നി പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിലും നെക്കിലും ഹാൻഡിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേലും കൂടെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് വേഗം നമുക്ക് കുളിച്ചിട്ട് വരാവേ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നീണ്ട നേരത്തെ ഒരു കുളി തന്നെയായിരുന്നു. പ്രത്യേക സുഖമാണ് കേട്ടോ ഇങ്ങനെ കുളിക്കുന്നതിന്. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് ദിവസം നമ്മൾ മാറ്റി വെക്കണം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ശരീരം നോക്കാൻ വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതൊരു സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു ഭാഗമൊക്കെ തന്നെയാണ് അത്, നമ്മളെ കെയർ ചെയ്യാന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.